Today we are discussing about the techniques of scientific management. അതായത് ഓൾറെഡി സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫാക്ടറി സിസ്റ്റത്തിൽ എ ഫോർമാൻ റെപ്രസെന്റ്സ് മാനേജറിയൽ ഫിഗർ വിത്ത് ഹൂം ദ വർക്കേഴ്സ് ആർ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഓൺ എ ഡെയിലി ബേസിസ്. അതായത് ഫോർമാൻ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ആ ഒരു ഫാക്ടറി എന്ന് പറയുന്ന സ്ഥലത്ത്, പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ആളുകളുമായിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റിൽ വരുന്ന ഒരു മാനേജറിയൽ ഫിഗറിലുള്ള വ്യക്തി. അപ്പം ആ ഒരു മനുഷ്യനാണ് മാനേജർ ലെവലിൽ ഏറ്റവും ലോവസ്റ്റ് റാങ്കിങ്ങിൽ വരുന്ന ആളും ജോലിക്കാരിൽ ഏറ്റവും മുകളിൽ വരുന്ന വ്യക്തി. അപ്പൊ പുള്ളിക്കാരന് ഒരു ഗുഡ് ഫോർമാന്റെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് മാനേജറിയൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി എന്താ തീരുമാനിച്ചത്? അവിടെ ഈ ഫോർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിട്ട് പ്രോപ്പറായിട്ട് ഒരു വ്യക്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. സോ അതുകൊണ്ട് ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ 8 പേഴ്സൺസിനെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ടൈലർ എന്താ തീരുമാനിച്ചത്? അവിടെ പ്ലാനിങ്ങിലും എക്സിക്യൂഷനിലും ഒക്കെ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്ന് ലോവസ്റ്റ് ലെവലിൽ നിന്ന് തന്നെ ഒരു സെപ്പറേറ്റ് ലെവൽ ഓഫ് ആളുകളിലേക്ക് 8 പേരിലേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റീസ് കൊടുക്കാം. അങ്ങനെ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന പേരിട്ട് ഒരു ലെവൽസ് ഓഫ് വർക്കിംഗ് ഏരിയ അവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ ഫാക്ടറി മാനേജറിന്റെ അണ്ടറിൽ പല ഇൻചാർജുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഇൻചാർജോ പ്ലാനിങ് ഇൻചാർജോ അങ്ങനെ പല രീതിയിൽ ക്ലർക്സും റൂട്ട് ക്ലർക്കുകളായിട്ടും കോസ്റ്റ് ക്ലർക്കുകളായിട്ടും പല ഡിസിപ്ലിന്റെ ആളുകൾ വർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് നടത്തുന്നു. അതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ തരത്തില് ദീസ് 4 പേഴ്സണൽ വുഡ് ഡ്രാഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ വർക്കേഴ്സ്. അതുപോലെ റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ ആയിരിക്കണമെന്നും കൃത്യമായിട്ടുള്ള ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഇവരാണ്, ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനുള്ള ആളുകളാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഡെലിഗേഷന്റെ അല്ലെങ്കിൽ ഡിവിഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരും. അതായത് ഓരോ ഏരിയയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈച്ച് വർക്കേഴ്സും ഓരോ ഫോർമാന്റെ അണ്ടറിൽ റിലേറ്റഡ് പ്രോസസ്സ് ചെയ്തിരിക്കണം. ഫോർമാൻസ് എന്ന് പറയുന്ന ഈ വ്യക്തികൾ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള, എഡ്യൂക്കേഷൻ ഉള്ള, ജഡ്ജ്മെന്റ് കപ്പാസിറ്റി ഉള്ള, സ്പെഷ്യൽ നോളജ് ഉള്ള വ്യക്തികളായിരിക്കണം. അപ്പൊ സിൻസ് ഓൾ ദീസ് ക്വാളിറ്റീസ് കുഡ് നോട്ട് ബി ഫൗണ്ട് ഇൻ എ സിംഗിൾ പേഴ്സൺ, ടൈലർ 8 സ്പെഷ്യലിസ്റ്റുകളെ പ്രപ്പോസ് ചെയ്തു. അങ്ങനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫാക്ടറി മാനേജർ അല്ലെങ്കിൽ ഫോർമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അതിന്റെ താഴെ പ്ലാനിങ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന് പറഞ്ഞ് 2 ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ട് പ്ലാനിങ് ഇൻചാർജിന്റെ അണ്ടറിൽ കുറച്ച് ക്ലർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം കോസ്റ്റ് ക്ലർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ അണ്ടറിൽ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ അങ്ങനെ കൊടുത്തിരിക്കുന്നു. ലാസ്റ്റ് വർക്ക്മാനിലേക്ക് വരുന്നു. അപ്പൊ ഈ തരത്തിൽ 8 സ്പെഷ്യലിസ്റ്റുകളെ വെച്ചുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ ടെക്നിക്കാണ് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അപ്പൊ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ടെക്നിക്കിന് ശേഷം ടൈലർ കൊണ്ടുവന്നതാണ് വർക്ക് ഏറ്റവും സ്റ്റാൻഡേർഡിലായിരിക്കണം, സിമ്പിൾ ഫോർമാറ്റിലായിരിക്കണം ചെയ്യേണ്ടത്. ടൈലർ ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടായിരുന്നു സ്റ്റാൻഡേർഡൈസേഷൻ. അതായത് ഒരു സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് ഓരോ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനും അനലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടായിരിക്കണം ഓരോ വർക്കും ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും നടന്നിരിക്കണം. റോ മെറ്റീരിയൽസിലായിക്കോട്ടെ, ടൈമിലായിക്കോട്ടെ, പ്രോഡക്റ്റിലായിക്കോട്ടെ, മെഷീനറിയിലായിക്കോട്ടെ, മെത്തേഡ്സിലായിക്കോട്ടെ, എന്ത് വർക്കിംഗ് കണ്ടീഷൻസിലായിക്കോട്ടെ, ഈ ബെഞ്ച് മാർക്ക് വെച്ചിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഗിവൺ ലൈനിൽ നിന്ന് മുകളിലായിട്ട് വർക്ക് ചെയ്യുക. കൃത്യമായിട്ട് മാനുഫാക്ചറിങ് പാർട്സിന്റെയും പ്രൊഡക്ട്സിന്റെയും എബിലിറ്റി നോക്കി വർക്ക് ചെയ്യുക. എക്സലൻസ് കൊണ്ടുവരിക, എല്ലാത്തിനും ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസിൽ എക്സലൻസ് കൊണ്ടുവരിക. എല്ലാത്തിനും ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സിംപ്ലിഫിക്കേഷൻ? ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവന്ന് ഒത്തിരി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും കൊണ്ടുവരാതെ സിമ്പിൾ പ്രോഡക്ട്സ് കൊണ്ടുവന്ന് സിമ്പിൾ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും. അത് അൺനെസസറി ആയിട്ടുള്ള പ്രൊഡക്ട്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് സിംപ്ലിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ അങ്ങനെ സിംപ്ലിഫിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് ലേബർ, അതുപോലെ തന്നെ മെഷീൻസ്, ടൂൾസ്, ഇങ്ങനെയുള്ള റിസൾട്ട്സ് ഒക്കെ സേവിങ്സ് ഒക്കെ കൊണ്ടുവരും. അതുപോലെ മാത്രമല്ല ഇൻവെന്ററീസും
ഫർദർ ആയിട്ടുള്ള യൂട്ടിലൈസേഷൻസ് ഒക്കെ കുറഞ്ഞിട്ട് ടേൺ ഓവർ കൂട്ടാനായിട്ട് സഹായിക്കും. ഇപ്പൊ വലിയ കമ്പനീസ് ലൈക്ക് നോക്കിയ, ടൊയോട്ട, മൈക്രോസോഫ്റ്റ് ഒക്കെ ഈ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കൊണ്ടുവന്ന് വിൻ ചെയ്തിട്ടുള്ള കമ്പനികളാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ടെക്നിക്സ് ആയിരുന്നു മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ടൈലർ devised the concept of assembly line by using method study. Objective of method study is to find out the best way of doing the job. ഓരോ ജോബ് ചെയ്യുമ്പോഴും ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മെത്തേഡ് സ്റ്റഡി. അപ്പൊ ബെസ്റ്റ് വേ പല പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുക, അതാണ് ഇവിടെ എഴുതേണ്ടത്. Objective of the all exercise is to minimize the cost of production and maximize the quality and satisfaction of the customer. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കാർ ഡിസൈൻ ചെയ്യുന്ന കാര്യം ഇവിടെ പറഞ്ഞില്ല. ഫോർ ഡിസൈനിങ് എ കാർ, അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ വുഡ് entail the sequence of operation, place foreman, machines, raw materials, all these are the part of method study. മെത്തേഡ് സ്റ്റഡി എന്താ? ബെസ്റ്റ് വേ ഓഫ് മെത്തേഡ് കണ്ടുപിടിക്കുക. അതങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ കൊണ്ടുവരണം. അതായത് എല്ലാത്തിനും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സീക്വൻസിലായിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത്, ഓരോ വ്യക്തികളെയും കറക്റ്റായിട്ട് അസൈൻ ചെയ്തിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം മെത്തേഡ് സ്റ്റഡിയുടെ പാർട്ടായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ആണ് മോഷൻ സ്റ്റഡി. എന്താണ് മോഷൻ സ്റ്റഡി? മോഷൻ സ്റ്റഡി റെഫേഴ്സ് ടു ദ ടെക്നിക് ഓഫ് സ്റ്റഡി ഓഫ് മൂവ്മെന്റ്സ് ലൈക്ക് ലിഫ്റ്റിംഗ്, പുട്ടിംഗ് ഒബ്ജക്ട്സ്, ചലനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒരു കാര്യം ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മാറ്റുന്നു, ചേഞ്ചിങ് പൊസിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയുക. ആവശ്യമുള്ള സമയത്ത് മാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ് ഈസ് മോഷൻ സ്റ്റഡി. ഇതെല്ലാം ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പാർട്ടിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മോഷൻസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ, ഏതൊക്കെ ചലനം എവിടെ ചെയ്യണം എന്ന് പ്രോപ്പറായിട്ട് കണ്ടെത്തുമ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയും ബാക്കിയുള്ള അൺനെസസറി ഉള്ള ആക്ടിവിറ്റീസ് മാറ്റുകയും ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ കൃത്യമായിട്ടുള്ള ചലനാത്മകത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോപ്പ് വാച്ചുകൾ വെച്ചു, വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾസുകൾ, കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ സ്റ്റോപ്പ് വാച്ചുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നൊരു സ്റ്റഡിയാണ് ടൈം സ്റ്റഡി. ടെക്നിക്കാണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി വേറൊന്നുമല്ല, ഇറ്റ് ഡിറ്റർമൈൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടു ടേക്ക് എ പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. ഇപ്പോൾ ഒരു ജോബ് ചെയ്യേണ്ട സമയം 5 മണിക്കൂറാണെങ്കിൽ അതിനൊരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം കൊണ്ടുവന്ന് ടൈം മെഷറിംഗ് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ടാസ്കുകളും മെഷർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ രീതിയിൽ ടൈം കൺട്രോൾ ചെയ്ത് ടൈം കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇവിടെയാണ്. അതേപോലെ തന്നെ ടൈം മെഷറിംഗ് ഡിവൈസസ് യൂസ് ടു ഈച്ച് എലമെന്റ് ഓഫ് ടാസ്ക് ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സഡ് ഫോർ ദ ഓൾ ഓഫ് ദി ടാസ്ക് ബൈ ടേക്കിംഗ് സെവറൽ റീഡിങ്സ്. പലതവണ റിസർച്ച് ചെയ്ത് വായിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഓരോ ടൈമും ഫിക്സ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഓഫ് ടൈം സ്റ്റഡി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി വോളിയം ഓഫ് ഫ്രീക്വൻസി ഓഫ് ടാസ്ക്, അതിന്റെ സൈക്കിൾ ഓഫ് ടൈം, അതിന്റെ മെഷർമെന്റ് കോസ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കണം അവർ എന്ത് ചെയ്യുന്നത്? ടൈം സ്റ്റഡി മെഷർ ചെയ്യുന്നത്. സോ ഇത്രയുമൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഫറ്റിഗ് സ്റ്റഡിയാണ്. എന്താണത്? വേറെ ഒന്നുമല്ല, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് സ്റ്റാമിന കുറയും. സോ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽസ് എവിടെ കൊടുക്കണം അതിനെക്കുറിച്ച് പഠിച്ച് ആ വ്യക്തികളുടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സ്റ്റാമിന റീഗെയിൻ ചെയ്യാനായിട്ട് ഉള്ള ആക്ടിവിറ്റീസ്, സെയിം കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഇത് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പൊ ഫറ്റിഗ് സ്റ്റഡി ഓൾവേസ് seeks to determine the amount of frequency of rest of intervals in a completing task. സോ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫറ്റിഗ് സ്റ്റഡികൾ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചും, എങ്ങനെയാണ് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്കാണോ അവിടെ ചെയ്യുന്നത്, അവർ തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണ്, ഇതെല്ലാം ബാഡ് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അങ്ങനെയുള്ള ഹിൻഡ്രൻസസ് ഒക്കെ മാറ്റി പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ വർക്കേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടെക്നിക്കായിരുന്നു ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. വേറൊന്നുമല്ല, ടൈലർ എപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അയാൾ പറഞ്ഞത് വർക്കേഴ്സ് ചെയ്യുന്ന ഔട്ട്പുട്ടിനനുസരിച്ചുള്ള എഫിഷ്യൻസിക്ക് അനുസരിച്ചുള്ള റിവാർഡ് അവർക്ക് കൊടുക്കണം. അക്കോർഡിംഗ് ടു ടൈലർ, ദി ഡിഫറൻസ് ഓഫ് എക്സ്ട്രാ എമൗണ്ട് പെയ്ഡ് ഷുഡ് ബി എനഫ് ഫോർ ദ ഇൻഎഫിഷ്യന്റ് വർക്കർ ടു ബി മോട്ടിവേറ്റഡ് ടു പെർഫോം ബെറ്റർ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ടൈലറിനനുസരിച്ച് ഒരു നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഇച്ചിരി കൂടുതൽ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് കൂടുതൽ എമൗണ്ട് കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിയാൽ ഇൻഎഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു മോട്ടിവേഷൻ ആണ്. ഞാൻ നാളെ അതുപോലെ വർക്ക് ചെയ്താൽ എനിക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ഇതേ രീതിയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് എമൗണ്ട് കിട്ടും. അപ്പൊ ആ രീതിയിൽ മോട്ടിവേഷൻ കിട്ടും. സോ അതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറഞ്ഞ ടെക്നിക്കിൽ പറയുന്നത്.
Workers and managers should work in a harmony for maximizing the output. അപ്പോൾ മെന്റൽ റെവല്യൂഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആറ്റിറ്റ്യൂഡിനെ, വർക്കേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടെ ഇംപ്രൂവ് ആവും. അങ്ങനെ കോമ്പറ്റീഷന് പകരം കോപ്പറേഷൻ അവിടെ വരും. സോ വി ക്യാൻ ഓൾസോ എക്സാമിൻ പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ടുഡേ കുറേ ടെക്നിക്സുകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് സയന്റിഫിക് മാനേജ്മെന്റിൽ. FW ടൈലർ ഡിസ്കവർ ചെയ്ത് വിച്ച് ഇസ് യൂസ്ഡ് വെരി സക്സസ്ഫുള്ളി ബൈ ഫോർഡ് മോട്ടോർ കമ്പനി ഫോർ മാനുഫാക്ചറിംഗ് മോഡൽ ടി കാർ ഫോർ ദി മാസസ്. ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർഡ് മോട്ടോർ കമ്പനി അവരുടെ മോഡൽ ടി കാർ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തത് ഈ FW ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റുകൾ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിന്റെ ഒരു പ്രൊപ്പഗാൻഡ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ഹെൻറി ഫയോൾ എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദി എമൗണ്ട് ഓഫ് മാനേജേഴ്സ് വർക്ക് ആൻഡ് വാട്ട് പ്രിൻസിപ്പിൾ ഷുഡ് ബി ഫോളോ ഡൂയിങ് ദ വർക്ക്. എത്രത്തോളം മാനേജേഴ്സ് വേണം, ആ മാനേജേഴ്സ് ഏത് പ്രിൻസിപ്പിൾസ് ആണ് വർക്ക് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. If workers' efficiency mattered in the factory system, so managerial efficiency is also important. Fayol contribution must be interpreted in terms of impact of his writings. ഒരുപാട് എഴുത്തുകൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാനേജറിയൽ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഹെൻറി ഫയോൾ ബേസിക്കലി put forward some French management theories and he was born in 1841 and അദ്ദേഹം മരിച്ചത് 1925-ലാണ്. തിയറീസ് പ്രധാനമായിട്ട് മാനേജറിയൽ ആക്ടിവിറ്റീസ് എങ്ങനെ നടത്തണമെന്നും അതിൽ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയെന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടുന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ട് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് അദ്ദേഹം പ്രൊപ്പൗണ്ട് ചെയ്തത്. 1917 അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിലാണ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഇതിൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻടു സ്മോൾ ടാസ്ക്. വർക്ക് സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം കൊടുക്കാൻ. ഡിവിഷൻ ഓഫ് വർക്ക് എപ്പോഴും സ്പെഷ്യലൈസേഷനിലേക്ക് ലീഡ് ചെയ്യും. ബിസിനസ് വർക്ക് എപ്പോഴും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കമ്പനീസിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നതും, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, HR എന്നൊക്കെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത് എന്താണ്? അത് ഈ ഡിവിഷൻ ഓഫ് വർക്കിന്റെ ഭാഗമാണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫയോളിനെ സംബന്ധിച്ചിടത്തോളം അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്. ഓർഡർ കൊടുക്കാനുള്ള റൈറ്റ് ആണ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. 2 ടൈപ്സ് ഓഫ് അതോറിറ്റി ഉള്ളത്, ഒഫീഷ്യൽ ആയിട്ടുള്ള അതോറിറ്റിയും അതോറിറ്റി ടു കമാൻഡും. ഒഫീഷ്യൽ ആയിട്ടുള്ള അതോറിറ്റിയും പേഴ്സണൽ അതോറിറ്റിയും, അതാണ് 2 ടൈപ്പ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതോറിറ്റി, ഒഫീഷ്യൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് ചെയ്യാനുള്ള അതോറിറ്റിയും, പേഴ്സണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടൊരു മാനേജേഴ്സിന് വരുന്ന അതോറിറ്റിയും ആണ്. അപ്പം ഇതിനൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി, അധികാരവും ഉത്തരവാദിത്വവും തമ്മിലുള്ള ഒരു ബാലൻസ് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. ഓർഗനൈസേഷൻ എപ്പോഴും ഒരു മാനേജറിയൽ പവർ അബ്യൂസ് ചെയ്യപ്പെടാതെ, അതോറിറ്റി എന്ന് പറഞ്ഞാൽ മാനേജറിയൽ പവർ ആണല്ലോ, അത് അബ്യൂസ് ചെയ്യപ്പെടാതെ എപ്പോഴും സേഫ് ഗാർഡ് ചെയ്യേണ്ടതുമുണ്ട്. അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് നമ്മൾ നോക്കി, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കി. ദെൻ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒബീഡിയന്റ് ആയിരിക്കണം. ഓർഗനൈസേഷന്റെ റൂൾസ്, എംപ്ലോയ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഡിസിപ്ലിൻ ഈസ് ദ ഒബീഡിയൻസ് to the organizational rules and employment agreement which are necessary for the working of the organization. Then next one ആണ് unity of command. Very 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 important area ആണ്. ഇവിടുന്ന് 1 mark question ഒക്കെ ചോദിക്കാൻ, 5 mark question ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഫയോളിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു വർക്കർ ഒരു ഓഫീസറിന്റെ അടുത്ത് നിന്ന് മാത്രമായിരിക്കണം, ഒരു ബോസിന്റെ അടുത്ത് നിന്നായിരിക്കണം അതോറിറ്റി എടുക്കേണ്ടത്, അതായത് അവരുടെ ഓർഡറുകൾ സ്വീകരിക്കേണ്ടത്. പല ബോസുകളുടെ അടുത്തുനിന്ന് ഓർഡറുകൾ സ്വീകരിച്ചാൽ ഒരിക്കലും വർക്കൗട്ട് ആവത്തില്ല എന്നുള്ളതാണ് ഫയോൾ പറയുന്നത്. There should be only one boss for every individual employee, 2 superiors at the same time. അത് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഓഫ് കോഴ്സ് റിസീവ് ഓർഡേഴ്സ് ഫ്രം എ വൺ റെസ്പോൺസിബിൾ സുപ്പീരിയർ. ദാറ്റ് ഈസ് ദ പോയിന്റ്, യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത് എപ്പോഴും ടാസ്കുകളിലെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. മറ്റ് 5ാമത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. All the units of an organization should be moving towards same direction. അത് ഉറപ്പായിട്ടും ഒരു മാനേജർ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. അതായത് ഫോക്കസ്ഡ് എഫേർട്സ് ആയിരിക്കണം, സെയിം ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വൺ ഹെഡ് വൺ പ്ലാൻ.
അതായത് ഒരു ഓർഗനൈസേഷൻ മുഴുവൻ ഒരു ഡയറക്ഷനിലായിരിക്കണം പോകേണ്ടത്, സെയിം ഒബ്ജക്റ്റീവ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അല്ലാതെ പല ഒബ്ജക്റ്റീവ്സ് വെച്ച് പല ഡയറക്ഷൻസിൽ ഒരിക്കലും പോകാനായിട്ട് ഒരു മാനേജ്മെന്റ് പോകാനായിട്ട് പാടില്ല. ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇപ്പൊ ജസ്റ്റ് ഒരു യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കാം. മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് വൺ സബോർഡിനേറ്റ് ആയിരിക്കണം, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എല്ലാ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനും വൺ പ്ലാൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എയിം എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഡ്യുവൽ സബോർഡിനേഷൻ ഒഴിവാക്കുക, യൂണിറ്റി ഓഫ് ഡയറക്ഷന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒഴിവാക്കുക. ഇതെങ്ങനെ ഇംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ അഫക്ട് ചെയ്യും, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണെങ്കിൽ അത് എൻറ്റയർ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യും. This is very important area. Next നമുക്ക് നോക്കാം subordination of individual interest to general interest. Very important ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആയിരിക്കണം ഓരോ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുകളുടെ മുകളിൽ വരേണ്ടത്. നമുക്കറിയാം ഒരു 10,000 പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 10,000 ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അതിന്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന്റെ മുകളിലായിരിക്കണം ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്, അവരുടെ കോമൺ ഇൻട്രസ്റ്റ്. അതാണ് ഇവിടെ പറയുന്നത്. കമ്പനി ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്സ്. All the people in the organization should follow that objective. അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. റെമ്യൂണറേഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് ഓവറോൾ പേ എന്ന് പറയുന്നത് ഒരു ഫെയറും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സാലറിയും എംപ്ലോയീസിന് കൊടുത്താൽ മാത്രമേ ഓർഗനൈസേഷന് നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്തു തരും. അതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. Then സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും, കേന്ദ്രീകരണവും വികേന്ദ്രീകരണം എന്ന് പറയും. കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുക. അതായത് ഇപ്പം സെൻട്രൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു, അതായത് ഡിസിഷൻ എടുക്കുന്ന ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ചേർന്നിരിക്കുന്നതിനെയാണ് സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ദെൻ വേറെ ഡിസ്പേഴ്സൽ വരുമ്പോഴത്തേക്കും ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി മാറുമ്പോഴേക്കും അതിനാണ് എന്തെന്ന് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടായിരിക്കും. ഭയങ്കര വലിയ ഓർഗനൈസേഷൻസിലാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ചെറിയ ചെറിയ ഓർഗനൈസേഷനിലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. വളരെ ചെറിയ കമ്പനി ആണെങ്കിൽ അവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റികളായിരിക്കും ഉണ്ടായിരിക്കുക, അവരായിരിക്കണം ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, ദാറ്റ് ഈസ് സ്കലാ ചെയിൻ. എന്താണ് സ്കലാ ചെയിൻ? ആൻ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. നമുക്കറിയാം മുതിർന്ന ഉദ്യോഗസ്ഥരും താഴ്ന്ന ഉദ്യോഗസ്ഥരും വർക്കേഴ്സും ഒക്കെ ഉള്ള ഏരിയയാണ് സ്കലാ ചെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഫോർമൽ ലൈൻസ് ഓഫ് അതോറിറ്റി, അതായത് ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾ എ, ബി, സി, ഡി ഇങ്ങനെ 4 ലെവലിലാണെന്ന് വിചാരിക്കുക. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഹയസ്റ്റ് ലോവസ്റ്റ് റാങ്കിലേക്ക് ഒരു ലൈൻ വരുന്നതാണ്. ഇതിനാണ് ഫോർമൽ ലൈൻസ് സ്കാല ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഫെയോളിനനുസരിച്ച് ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് എ ചെയിൻ. ഒരു അതോറിറ്റിക്ക് ഒരു ചെയിൻ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോകേണ്ടത്, ടോപ്പ് ടു ബോട്ടം എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫെയോൾ പറയുന്നത്. ചെയിൻ ഒരിക്കലും വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. നോർമൽ കേസിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യം വരുമ്പോഴത്തേക്കും ചെയിൻ ഒരിക്കലും വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയും. ഇനി സ്കാലാർ ചെയിനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗാങ് പ്ലാങ്ക് എന്നുള്ളതാണ്. ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത് ഷോർട്ടർ റൂട്ട് എടുക്കും, ചില സമയത്ത് ഷോർട്ടർ റൂട്ട് എടുക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ ഡിലേ ആവാതെ പെട്ടെന്ന്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നോക്കൂ, എക്സ്, എ, ബി, സി, ഡി, ഇ, എഫ് ഇങ്ങനെ ടോപ്പ് ടു ബോട്ടം ആണ് പോകുന്നത്. അപ്പൊ വേഗം ഒരു ഇമ്പോർട്ടന്റ് എമർജൻസി കേസിൽ സിക്ക് എഫുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കൂ, സി ടു എഫ് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഷോർട്ടർ റൂട്ടാണ്. അതിനാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. സോ ആ ടേം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് ഓർഡർ? പീപ്പിൾ ആൻഡ് മെറ്റീരിയൽസ് മസ്റ്റ് ബി ഇൻ സ്യൂട്ടബിൾ പ്ലേസസ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം ഫോർ മാക്സിമം എഫിഷ്യൻസി. എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിലായിരിക്കണം ചെയ്യേണ്ടത്. എടുത്തത് വെച്ച സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുക എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ അല്ലേ, അതൊരു ഓർഡറാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യത്തിനും എവ്രി വൺ ഹാവ് ഇറ്റ്സ് ഓൺ പ്ലേസ്, എ പ്ലേസ് ഫോർ എവറിത്തിങ്. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇഫ് ദർ ഇസ് എ ഫിക്സഡ് പ്ലേസ് ഫോർ എവറിത്തിങ്, ഇറ്റ് ഈസ് പ്രസന്റ് ദയർ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിൽ ഒരു ഹിൻഡ്രൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത പോയിന്റ് ആണ് ഇക്വിറ്റി. അത് വേറൊന്നുമല്ല, ഒരു മോറൽ സൈഡ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഗുഡ് സെൻസ് ആൻഡ് എക്സ്പീരിയൻസ് ആർ നീഡഡ് ടു എൻഷുർ ഫെയർനെസ് ടു ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ഫെയർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇക്വിറ്റി, നീതി നടപ്പാക്കിയിരിക്കണം, ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം.
അത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ഒരു ലോയലിറ്റി ഉണ്ടാവത്തുള്ളൂ, അവിടെ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ, ഒരു കോപ്പറേഷൻ ഉണ്ടാവത്തുള്ളൂ. ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ. അതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജിന്റെ ബേസിലോ റിലീജിയന്റെ ബേസിലോ ജെൻഡറിന്റെ ബേസിലോ അല്ലെങ്കിൽ നാഷണാലിറ്റിയുടെ ബേസിസിലോ ഒന്നും ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാൻ പാടില്ല. ദർ ഷുഡ് ബി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ ഫോർ എവ്രി വൺ. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ ടേൺ ഓവർ ആണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ, ഒരു ഓർഗനൈസേഷനിൽ 100 എംപ്ലോയീസ് ഉണ്ട്. പക്ഷെ ആ എംപ്ലോയീസ് ഒന്നും കൃത്യമായിട്ട് നിൽക്കുന്നില്ല. ഒരു വർഷം അതിൽ നിന്ന് 10 എംപ്ലോയീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, വീണ്ടും 50 എംപ്ലോയീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോകുക വരിക ചെയ്യുമ്പോഴത്തേക്കും അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇവരെ സെലക്ട് ചെയ്യുന്നത് ഭയങ്കര വലിയ കോസ്റ്റ്ലി ആക്ടിവിറ്റിയാണ്. നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തി കഴിവുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ നമ്മുടെ കമ്പനിയിൽ പിടിച്ചു നിർത്താനുള്ള ആക്ടിവിറ്റീസും കൂടി നമ്മൾ കൊടുക്കണം. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ്, അവരെ അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള, അവരെ ഡിസപ്പോയിന്റ് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പേ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷന്, അവരുടെ സ്റ്റാമിന റീഗെയിൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത്, എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ സ്റ്റേ ബാക്ക് ചെയ്യും. സോ ഹ്യൂമൻ റിസോഴ്സസ് അവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് നിർത്തുന്നതിനാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സെലക്ട് ചെയ്ത്, കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്ത ആളുകൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് 6 മാസം നിന്നിട്ട് വീണ്ടും പോവുക, നമുക്കൊരു ബെനിഫിറ്റ്, ലോങ് ടൈം ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ അത് വളരെ വലിയൊരു നഷ്ടമായിരിക്കും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. സോ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ്, ഇംപ്രൂവ്മെന്റ്സ് അക്കോർഡിംഗ് ടു ഫെയർ. ഇനിഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുപ്പിക്കുക, അവരെ കൊണ്ട് സെൽഫ് മോട്ടിവേഷൻ എടുപ്പിക്കുക. എങ്ങനെയാണ് ഈ പ്ലാൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഇവിടെ നമ്മൾക്ക് അവരെ എൻകറേജ് ചെയ്യാൻ പറ്റുക. ഒരു ഗുഡ് കമ്പനി എപ്പോഴും എംപ്ലോയിന്റെ സൈഡിൽ നിന്ന് സജഷൻസ് എടുക്കും, അവരുടെ സൈഡിൽ നിന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവാർഡ് കൊടുക്കും. സോ ആ ഇനീഷ്യേറ്റീവിനെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുക, വർക്കേഴ്സിനെ എപ്പോഴും എൻകറേജ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. സ്കാല ചെയിനും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിരുന്നു കേട്ടോ. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എസ്പിരിറ്റ് ഡി കോപ്സ്, അതായത് പ്രൊമോട്ട് ചെയ്യാണ് ടീം സ്പിരിറ്റിന്, യൂണിറ്റി ഓഫ് ഹാർമണി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഹാർമണി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ ഇംപ്രൂവ് ചെയ്യുകയാണ്. അതായത് മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് ടീം വർക്ക്, എസ്പെഷ്യലി ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്, ബിക്കോസ് അതർവൈസ് ഒബ്ജക്റ്റീവ്സ് വുഡ് ബി ഡിഫിക്കൽട്ട് ടു റിയലൈസ്. മാനേജർ എപ്പോഴും ഐ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് വി എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആയിട്ട് കൊണ്ടുവരിക. ഇത് എപ്പോഴും എന്ത് ചെയ്യാം, മ്യൂച്വൽ ട്രസ്റ്റ് കൂട്ടാനും അവർ തമ്മിലുള്ള ഒരു ഫീലിങ്സ്, ഒരു ലോയലിറ്റി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എസ്പിരിറ്റ് ഡി ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്ക് പകരം വി കൊണ്ടുവരിക, അതായത് നമ്മൾ എല്ലാവരും ഒന്നാണ്, ഒരു യൂണിറ്റി കൊണ്ടുവരിക. യൂണിറ്റി ആൻഡ് ഹാർമണിയാണ് എസ്പിരിറ്റ് ഡി ക്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.